എന്താണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? അല്ല, പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. എന്താണ് അതിന്റെ ഒരു പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പിന്നെ UDF-ഉമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDP-ക്ക് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില പിന്നെ ജില്ലാ ഘടകം എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF-ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. നേരത്തെ പറഞ്ഞത് പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പിന്നെ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. വ്യക്തിപരമായി സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പിന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകർ അല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് പിന്നെ സപ്പോർട്ട് ചെയ്ത. അതിൽ പിന്നെ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ പിന്നെ കുറെ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്. തീർച്ചയായും ഉണ്ടാവും. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. വലിയ പ്രതിഷേധമുണ്ട് ഈ തീരുമാനത്തിൽ. അണികൾക്ക് നല്ല പ്രതിഷേധമുണ്ട്, ഇല്ലാന്നില്ല, പ്രതിഷേധമുണ്ട്. പക്ഷെ അത് നേതൃത്വം പറഞ്ഞ് മനസ്സിലാക്കും തന്നെ വിചാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പാർട്ടിയെ ഒരു പിന്നെ അവിടെ ഒരു പിന്നെ ഭിന്നിപ്പുണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നു. അത് ഇപ്പോഴും എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. നേരത്തെ AK മസ്റഫിനെതിരെയായിരുന്നു, വ്യക്തിപരമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. അതേ നിലപാടിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? അതേ നിലപാട് ഇപ്പോഴും, അതേ നിലപാടൊന്നും മാറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും അവിടെയുള്ള നിലപാടൊന്നും ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞ അതേ നിലപാടിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി അവരോടൊന്ന് കൂടി ആലോചിച്ച് ചെയ്യുള്ളൂ. അല്ല, നിങ്ങൾ എന്തറിയോ, ഈ ഒരു കാര്യം ഇന്നെങ്കിലും തുറന്ന് പറയണം. ഞാൻ 2010 ബഡാജ വാർഡിൽ നിന്ന് മത്സരിച്ചിരുന്നു. ആ വാർഡിൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഉണ്ടാവും. ആ വാർഡിൽ എൻ്റെ പേര് എങ്ങനെയാണ് ആ ഇലക്ഷനിൽ ഞാൻ പിന്നെ നോമിനേഷൻ കൊടുത്തത് എന്ന് ഒന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ, ഇതിൽ ചിലപ്പോൾ മീഡിയ വൺ ഉണ്ടാ, UDF-ന് വേണ്ടി PRO വർക്ക് ചെയ്ത മീഡിയ വൺ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടി മനസ്സിലാക്കി അത് സത്യമെന്തെന്ന് ജനങ്ങളോട് വിളിച്ച് പറയണം. അല്ലാതെ UDF മീഡിയ വണ്ണാണ് എന്നെ അപരനാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് കൃത്യമായി അതൊന്ന് സത്യം പറയണം. കാരണം ഒരാളെ വെറുതെ വ്യക്തിഹത്യ ചെയ്തിട്ട് എന്തെങ്കിലും പിന്നെ റേറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PRO വർക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പറയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.